നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ നടന്ന അവസാന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 2-4 ഗോളുകൾക്കാണ് ഒസാസുനയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ തിളങ്ങിയിരുന്നു. 2 ഗോളുകളായിരുന്നു മത്സരത്തിൽ അദ്ദേഹം നേടിയിരുന്നത്. അതേസമയം ഫെഡെ വാൽവർദെ 3 അസിസ്റ്റുകൾ നേടിക്കൊണ്ട് ഈ മത്സരത്തിൽ തിളങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ മത്സരത്തിനിടയിലും വിനീഷ്യസ് ജൂനിയർക്ക് വംശീയമായ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പരിഹാസങ്ങളും ഏൽക്കേണ്ടി വന്നിരുന്നു. ഒസാസുന ആരാധകർ ഒന്നിച്ച് വിനിക്കെതിരെ ചാൻഡ് മുഴക്കുകയായിരുന്നു. വിനീഷ്യസ് ജൂനിയർ മരിക്കട്ടെ എന്നായിരുന്നു ചാൻഡ്. ഇത് പിന്നീട് വലിയ വിവാദമായി. എന്നാൽ മത്സരത്തിലെ റഫറിയായ യുവാൻ മാർട്ടിനസ് ഇത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട്. അതായത് വിനീഷ്യസിന് ലഭിക്കേണ്ടി വരുന്ന അധിക്ഷേപങ്ങൾ റയൽ താരമായ ഡാനി കാർവഹൽ ഈ ഒരു റഫറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷെ റഫറി ഇത് പരിഗണിച്ചിട്ടില്ല. മത്സരശേഷം അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിനിക്ക് എതിർ ആരാധകരിൽ നിന്നും നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ അദ്ദേഹം ലാലിഗക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇക്കാര്യത്തിൽ റയൽ മാഡ്രിഡ് ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. വിനിക്ക് നേരിടേണ്ടി വന്ന അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച റഫറിക്കെതിരെ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ആണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ പരാതികൾ നൽകിയിട്ടുള്ളത്. അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിനിക്ക് നേരിടേണ്ടി വന്ന മറ്റുള്ള വംശീയമായ അധിക്ഷേപങ്ങളിലും റയൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതായത് വിനീഷ്യസ് ജൂനിയർ മരിക്കട്ടെ എന്നുള്ള ചാൻഡ് നാപ്പോളിക്കെതിരെയുള്ള മത്സരത്തിനിടയിൽ ബാഴ്സലോണ ആരാധകരിൽ ഒരു കൂട്ടം ആരാധകർ മുഴക്കിയിരുന്നു. കൂടാതെ ഇന്റർ മിലാനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകർ വിനീഷ്യസ് ജൂനിയർ ചിമ്പാൻസിയാണ് എന്ന ചാൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിലൊക്കെ റയൽ മാഡ്രിഡ് ഇപ്പോൾ തങ്ങളുടെ പരാതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വംശീയമായ അധിക്ഷേപങ്ങൾക്കെതിരെ നടപടികൾ കടുത്തതാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഫിഫയും മറ്റുള്ള ലീഗുകളും ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.